വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഗ്രോത്ത് പ്രൊമോട്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുട്ട കോഴികൾക്ക് കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ വെളുത്തുള്ളി കൊടുക്കുന്നതിനെ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ നമുക്ക് കോഴികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നാച്ചുറലായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഗ്രോത്ത് പ്രൊമോട്ടേഴ്സിൻ്റെ കാറ്റഗറിയിലുള്ള ഏറ്റവും ടോപ്പായിട്ടുള്ള ഒന്നിനെ കുറിച്ച് പറയുന്നത് കറ്റാർ വാഴ എന്ന് നമ്മൾ വിളിക്കുന്ന ആലുവേറയാണ് ഇതിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒന്ന്. ഇന്ത്യയിൽ ഈ ആൻറ്റിബയോട്ടിക് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് മിക്സ് ചെയ്യുന്നത്, തീറ്റയിൽ മിക്സ് ചെയ്യുന്ന നിരോധിച്ച ശേഷം ഈ ഗവേഷകർ ഇത് നാച്ചുറലായിട്ട് നമുക്ക് എന്തൊക്കെ ചേർക്കാൻ പറ്റും എന്നുള്ള സ്റ്റഡീസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പഠനത്തിൽ അവർ കണ്ടെത്തിയത് ഒന്ന് ആലുവേറ, പിന്നെ അശ്വഗന്ധ, അതുപോലെ മുരിങ്ങയുടെ ഇല, വെളുത്തുള്ളി, ഇതുപോലെ കുറച്ച് സാധനങ്ങൾ വളരെ നല്ല, കുരുമുളക്, ഇതൊക്കെ വളരെ നല്ല രീതിയിൽ കോഴികളുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്നുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ ഈ പറയുന്ന ആലുവേര എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ കറ്റാർ വാഴ എന്ന് പറയുന്ന സാധനം ഇതിൽ ശരിക്കും നമുക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിലേ എന്തൊക്കെ ഇല്ല എന്ന് ചോദിച്ചാൽ മതി. നമുക്കിപ്പോൾ എന്തൊക്കെ ഉണ്ട് എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഇതിൽ എന്തൊക്കെ ഇല്ല എന്ന് ചോദിച്ചാൽ മതി. അത്രയും ഒരുപാട് സംഭവങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. നാച്ചുറൽ ആൻറ്റി ബാക്ടീരിയൽ സാധനമാണ്, ആൻറ്റി വൈറൽ ആണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, അതുപോലെ ആൻറ്റി ഫംഗലാണ്. ഇതുപോലെ ഒട്ടുമിക്ക രോഗത്തിനും, അത് മുറിവുകൾ ഉണക്കാൻ വേണ്ടിയിട്ട് ബെസ്റ്റാണ്, കോഴിയുടെ വയറിലുണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് ബെസ്റ്റാണ്. ഇങ്ങനെ ഒരു വലിയ ലിസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു കറ്റാർ വാഴയിൽ കാണാൻ പറ്റും. പിന്നെ വൈറ്റമിൻസ് പറയാന്നുണ്ടെങ്കിൽ വൈറ്റമിൻ B1, B2, B6, അതുപോലെ B12, വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, ഇങ്ങനെ വൈറ്റമിൻസിൻ്റെയും നീണ്ട നിര തന്നെ കറ്റാർ വാഴയിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും ഗുണങ്ങളുള്ളൊരു കറ്റാർ വാഴ നമ്മൾ വീട്ടിൽ നട്ട് വളർത്തി കോഴിക്ക് കൊടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് കോഴിക്ക് കൊടുക്കേണ്ടത്, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ കറ്റാർ വാഴ കോഴിക്ക് കൊടുക്കുന്നത് രണ്ട് തരത്തിൽ കൊടുക്കുക. ഒന്ന്, നമുക്ക് കറ്റാർ വാഴ, ഞാനിപ്പോൾ ജസ്റ്റ് കറ്റാർ വാഴ കട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. നല്ല അടിപൊളി ഡിസൈനൊക്കെ ആക്കി ഞാൻ വെച്ചിട്ടുണ്ട്, വെറുതെ വെച്ചപ്പോൾ ഒരു രസത്തിന് വെച്ചേട്ടാ. അപ്പോൾ ഇത് കറ്റാർ വാഴ മുറിച്ചാൽ ഇതുപോലെ ഗ്ലാസ് ടൈപ്പ് കാണുന്നുണ്ടോ, ഈ ഒരു ഗ്ലാസ് പോലെ ഉണ്ട്, കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഗ്ലാസ് പോലെ ഇങ്ങനെ മുറിച്ചെടുക്കുക. ഇതുപോലെ കറ്റാർ വാഴ മുറിച്ചാൽ കിട്ടിപ്പോൾ ഞാനൊരു കറ്റാർ വാഴ എടുത്തിട്ട് ഞാനിപ്പോൾ ഇത് ഈ കറ്റാർ വാഴ എടുത്ത് മുറിച്ചിട്ട് ആക്കിയതാണ്. അപ്പോൾ ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് പൊടിച്ചിട്ട് നമുക്ക് തീറ്റയിൽ മിക്സ് ചെയ്യാം. അപ്പോൾ അത് പിന്നെ തീറ്റയിൽ നമ്മൾ ഈ മുന്നേ നമ്മൾ വെളുത്തുള്ളിയും പിന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ മിക്സ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതും ഒരു സ്പൂണൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് തീറ്റയിൽ കൊടുക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു രീതി എന്ന് പറയുന്നത് കറ്റാർ വാഴ ഇതുപോലെ എടുക്കുക, എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗവും അടിഭാഗവും കളഞ്ഞാൽ ഇത് ജെല്ല് കിട്ടും. ഈ ജെല്ലെടുത്ത് നമുക്ക് തീറ്റയിൽ കുഴച്ചിട്ട് കൊടുക്കുക, പ്രത്യേകിച്ച് ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. ഞാനിത് കാണിക്കുന്നില്ല, കാരണം ഈ തീറ്റയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ എടുത്ത് ഒറ്റയ്ക്ക് മിക്സ് ചെയ്ത് കുറച്ച് പണി, അതുകൊണ്ടാണ് കാണിക്കാത്ത കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ കോഴിക്കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിൽ ഗ്രോത്ത് കിട്ടും. ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ഡെയിലി കൊടുക്കുന്നതും കുഴപ്പമൊന്നുമില്ല. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 ദിവസം കൊടുത്ത് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മുട്ട കൊടുക്കാം, വെളുത്തുള്ളി, മഞ്ഞൾ കൊടുക്കാം. ഇപ്പോൾ ഈ സാധനങ്ങളൊക്കെ കൊടുക്കാം. പിന്നെ ഈ കറ്റാർ വാഴ പൊടിച്ചെടുത്താൽ നിങ്ങൾക്ക് വെളുത്തുള്ളി മറ്റൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കോഴികൾ നല്ല രീതിയിൽ ഗ്രോത്ത് കിട്ടും, ഒട്ടുമിക്ക അസുഖങ്ങളിൽ നിന്ന് പ്രിവെൻഷൻ കിട്ടും. നല്ല എഫക്റ്റീവായ ഒരു സാധനമാണ്. ഇതിനെക്കുറിച്ച് സ്റ്റഡീസ് നടന്നതാണ്. ഞാൻ ആക്ച്വലി ഇതെല്ലാം ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ വിചാരിച്ചത്, നിങ്ങൾ ഇന്നേ വരെ കോഴിയിൽ കണ്ടിട്ടില്ലാത്ത ഒരസുഖം അതൊരാൾ എനിക്ക് അയച്ചെന്നാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് കിട്ടിയപ്പോൾ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും അത് ഞാൻ അടുത്ത വീഡിയോ ചെയ്യാം. അപ്പോൾ ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്ത് വെച്ചേക്കാം, എന്നാലും അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. നമുക്കിത് ബ്രോയിലർ കോഴിക്കും കൊടുക്കാൻ പറ്റും. അപ്പോൾ അത്രയും കറ്റാർ വാഴ ആരും കൃഷി ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാ ആളുകളും ഇതുപോലെ കോഴികൾക്കൊക്കെ ഉപകാരപ്പെടുന്ന, അല്ലെങ്കിൽ നമുക്ക് മനുഷ്യർക്ക് തന്നെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒന്നാണല്ലോ കറ്റാർ വാഴ. കറ്റാർ വാഴ എല്ലാവരും വീട്ടിൽ വളർത്തുന്നുണ്ടോ അറിയില്ല. എന്തായാലും എവിടെ നിന്നും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്ന് നടുക. ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് എടുക്കാൻ വേണ്ടി വീട്ടിൽ തന്നെ കിട്ടുമല്ലോ. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മളുടെ നാച്ചുറലായിട്ടുള്ള തന്നെ ഉണ്ട് കോഴികൾക്ക് കൊടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് നമ്മൾ പുറത്തു നിന്നുള്ള ആൻറ്റിബയോട്ടിക്കുകൾ മാക്സിമം ഒഴിവാക്കിയിട്ട് ഇതുപോലുള്ള സാധനങ്ങൾ കൊടുത്താൽ നാടൻ കോഴിയും ബ്രോയിലർ കോഴി അടക്കം എഫക്റ്റീവ് ആണെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാത്തിനും വളരെയധികം ഗുണം ചെയ്യുന്നത് തന്നെയാണ് കറ്റാർ വാഴ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ലൈക്ക്